Assalamualaikum warahmatullahi wabarakatuh. Alhamdulillah. Assalatu wassalamu ala ashrafir rasulillah wa ala alihi wasahbihi ajma'in. Amma ba'd. ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാരെ, സ്നേഹനിധികളായ കൂട്ടുകാരെ, രക്ഷിതാക്കളെ, സദസ്വരെ, ഇന്ന് റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച, ഇതുപോലൊരു തിങ്കളാഴ്ചയാണല്ലോ പണ്ട് മുക്കാ മുക്കറമയിൽ അബ്ദുല്ലാഹിയുടെയും ആമിനായുടെയും പുത്രനായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭൂമിയിലേക്ക് ഭൂജാതനാകുന്നത്. വളരെ ചെറുപ്രായത്തിൽ തന്നെ നല്ലൊരു കുട്ടിയായാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളർന്നു വന്നത്. പ്രവാചകത്വത്തിന് മുമ്പ് തന്നെ അവിടെ നടകൊണ്ടാടിയിരുന്ന ഉച്ചനീചത്വങ്ങളെ എതിർക്കുകയും പല നിർണായക തീരുമാനങ്ങൾ അവർക്ക് എടുത്തു കൊടുക്കുകയും ചെയ്തിരുന്നു. അൽ അമീനിന്റെ തീരുമാനം അവർക്ക് സുസമ്മതമായിരുന്നു. ലോകം മുഴുവൻ നബിദിനം കൊണ്ടാടുന്ന ഈ വേളയിൽ വിദ്വേഷ രാഷ്ട്രീയ കാലത്തെ തിരുനബി ജീവിതം എന്ന വിഷയത്തെ ആസ്പദമാക്കി അല്പം സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വിദ്വേഷം രാഷ്ട്രീയത്തിന്റെ മുഖമുദ്രയായി മാറിയ കാലസന്ധ്യയിലൂടെയാണല്ലോ നാം കടന്നു പോകുന്നത്. ഇന്ത്യ മഹാരാജ്യത്തെ കഴിഞ്ഞ 10 വർഷക്കാലം പ്രതിപക്ഷം എന്നൊരു സംവിധാനത്തെ നോക്ക് കുത്തിയാക്കി ഒരു ചർച്ച പോലും ഇല്ലാതെ മുത്തലാഖ് 370 പോലത്തെ നിർണായക തീരുമാനങ്ങൾ പാർലമെന്റിൽ ചുട്ടെടുത്തത് നാം കണ്ടതാണ്. എന്നാൽ ഇപ്പോൾ സ്ഥിതി അല്പം പ്രതീക്ഷ വക നൽകുന്നതാണ്. പുതിയ നിയമങ്ങൾ പാസാക്കാൻ JPCക്ക് വിടുന്ന അവസ്ഥ കഴിഞ്ഞ 10 വർഷം നാം കണ്ടിട്ടില്ല. ഇത്തരം വിദ്വേഷ രാഷ്ട്രീയം ഇന്ത്യയിൽ മാത്രമല്ല, നിങ്ങൾ ബംഗ്ലാദേശിലേക്ക് നോക്കൂ. ഷെയ്ഖ് ഹസീന അവിടുത്തെ തൊഴിലവസരങ്ങളും മറ്റു ആനുകൂല്യങ്ങളും ഒരു വിഭാഗത്തിന് മാത്രമായി നൽകുന്ന വഴി അവിടെ ഉണ്ടാകുന്ന പ്രതിപ്രവർത്തനമാണ് നാം ഇപ്പോൾ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന കലാപം. അമേരിക്കൻ യൂറോപ്യൻ കൺട്രീസിലും സ്ഥിതി മറിച്ചല്ല. ഫ്രാൻസിൽ നാം അത് കണ്ടു. ഇപ്പോൾ അമേരിക്കയിൽ ജോ ബൈഡൻ വന്നപ്പോൾ നമുക്ക് അല്പം പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നാൽ ട്രംപിനേക്കാൾ ഇസ്ലാമിനെതിരെ ഒരു പടി മുമ്പിൽ നിൽക്കുന്നതാണ് നാം കാണുന്നത്. ഈ സമയത്താണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ പ്രസക്തി നമുക്ക് വിളിച്ചു പറയാൻ കഴിയുന്നത്. മദീനയിൽ ആദ്യത്തെ ഇസ്ലാമിക ഭരണകൂടം നിലവിൽ വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ജൂതന്മാരും ക്രിസ്ത്യാനികളും സുരക്ഷിതരായിരുന്നു. അവരുടെ വിവാഹ മരണാനന്തര ചടങ്ങുകൾ തുടങ്ങി അവരുടെ എല്ലാ ആനുകൂല്യങ്ങളും രേഖാമൂലം അനുവദിച്ചു കൊടുത്ത ആദ്യത്തെ വ്യവസ്ഥാപിത ഭരണകൂടമായിരുന്നു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിലവിൽ കൊണ്ടുവന്നത്. ആ തണലിൽ മുഴുവൻ ആനുകൂല്യങ്ങളും പറ്റി ജീവിച്ചിട്ടും പുറത്തുനിന്ന് വന്ന ശത്രുക്കൾക്ക് രാജ്യത്തെ ഒറ്റിക്കൊടുത്തത് കൊണ്ട് മാത്രമാണ് ബനു ഖായിൽ, ബനു ലൈർ എന്നീ ഗോത്രങ്ങൾക്കെതിരെ നടപടിയെടുക്കേണ്ടി വന്നത്. സ്ഥിരം പ്രശ്നക്കാരായിരുന്ന കപടന്മാർക്കെതിരെ പോലും ഒരു ഫിസിക്കൽ അറ്റാക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയിട്ടില്ല. കൂടുതൽ ഉദാഹരണങ്ങൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. ക്രിസ്ത്യാനികളും ജൂതന്മാരും വരെ തർക്ക പരിഹാരത്തിന് സമീപിച്ചിരുന്നത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കോടതിയായിരുന്നു എന്നത് ചരിത്രം. ഇസ്ലാമിക കോടതികൾ ചരിത്രത്തിൽ ഇടം നേടിയവയാണ്. ഖാലി ശുറൈഹ് ആയിരുന്നു ആ കോടതിയിലെ ജഡ്ജ്. ഒരു ദിവസം ആ കോടതിയിൽ ഒരു കേസ് വരുന്നു. ഒരു പടയങ്കിയുടെ ഉടമസ്ഥാവകാശത്തിൽ അലി റളിയല്ലാഹു അൻഹു ആയിരുന്നു പരാതിക്കാരൻ. മറുപക്ഷത്ത് ഒരു ജൂതനും സാക്ഷി ഹാജരാക്കാൻ കൽപ്പിച്ചപ്പോൾ അലി റളിയല്ലാഹു അൻഹു സ്വന്തം പുത്രനായ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ ആയിരുന്നു ഹാജരാക്കിയത്. പിതാവിനെതിരെയുള്ള മകന്റെ സാക്ഷ്യത്വം സ്വീകരിക്കപ്പെടുകയില്ല എന്ന് ഖാലി പറഞ്ഞപ്പോൾ അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, റജുലു മിൻ ഹദിൽ ജന്നതി ശഫാഅത്തുഹു ലാ തജൂസ്, സ്വർഗ്ഗാവകാശിയായ ഒരു വ്യക്തിയുടെ സാക്ഷ്യത്വം സ്വീകരിക്കപ്പെടുകയില്ലെന്നോ? ഖാലി പറഞ്ഞു, അത് പരലോകത്തെ കാര്യം, അത് ഇവിടെ നടക്കില്ല. അലി റളിയല്ലാഹു അൻഹു സന്തോഷിച്ചു. ഒരു ഭരണാധികാരിക്കെതിരെയാണെങ്കിലും തെളിവിന്റെ അടിസ്ഥാനത്തിൽ മാത്രം വിധി നിർണയിക്കുന്ന ഒരു കോടതി മണ്ണിലുണ്ടല്ലോ. എന്നാൽ ഇന്നിന്റെ അവസ്ഥ എന്താണ് സുഹൃത്തുക്കളെ? ഭരണത്തിനെതിരെ ശബ്ദമുയർത്തുന്നവനെ ഉന്മൂലനത്തിലൂടെ നിശബ്ദമാക്കുകയല്ലേ? ഈ കെട്ടകാലത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ മഹത്വം വിളിച്ചു പറഞ്ഞുകൊണ്ട് ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൽ ഹസന, തീർച്ചയായും നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ദൂതരുടെ മേൽ ഉത്തമമായ മാതൃകയുണ്ട് എന്ന ദൈവവചനം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിട നൽകുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.